യോഗക്ഷേമസഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാരായിരുന്നു? എ. വൈകുണ്ഠസ്വാമികൾ, ബി. വി. ടി. ഭട്ടതിരിപ്പാട്, സി. വാഗ്ഭടാനന്ദൻ, ഡി. മണ്ണത്ത് പത്മനാഭൻ. ഉത്തരം ബി. വി. ടി. ഭട്ടതിരിപ്പാട്. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? എ. 5, ബി. 7, സി. 9, ഡി. 11. ഉത്തരം എ. 5. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യ മലയാളി ആരായിരുന്നു? എ. വി. കെ. കൃഷ്ണമേനോൻ, ബി. എം. എം. തോമസ്, സി. ലക്ഷ്മി എൻ. മേനോൻ, ഡി. ജോൺ മത്തായി. ഉത്തരം ഡി. ജോൺ മത്തായി. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചതാരായിരുന്നു? എ. മണ്ണത്തു പത്മനാഭൻ, ബി. ടി. കെ. മാധവൻ, സി. എ. കെ. ഗോപാലൻ, ഡി. പി. കൃഷ്ണപിള്ള. ഉത്തരം ബി. ടി. കെ. മാധവൻ. തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിയമബിരുദം നേടിയ ആദ്യ വനിതയാരായിരുന്നു? എ. ജാനകിയമ്മ, ബി. മേരി മസ്ക്രീൻ, അണ്ണാ ചാണ്ടി, ഡി. മേരി റോയ്. ഉത്തരം സി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? എ. സഹോദരൻ അയ്യപ്പൻ, ബി. വാഗ്ഭടാനന്ദൻ, സി. പണ്ഡിറ്റ് കറുപ്പൻ, ഡി. ഉള്ളൂത്തുരാമൻ. ഉത്തരം ബി. വാഗ്ഭടാനന്ദൻ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെ? എ. കൊല്ലം, ബി. ആലപ്പുഴ, സി. തൃശൂർ, ഡി. വർക്കല. ഉത്തരം ബി. ആലപ്പുഴ. കേരളത്തിലെ ആദ്യ വനിതാ മാസിക ഏതാണ്? എ. മേരി റാണി, ബി. കേരളീയ സുഗുണബോധിനി, സി. സംഘമിത്ര, ഡി. ക്രൈസ്തവ മഹിളാമണി. ഉത്തരം ബി. കേരളീയ സുഗുണബോധിനി. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? എ. ജവഹർലാൽ നെഹ്റു, ബി. ടി. കെ. മാധവൻ, സി. എ. കെ. ഗോപാലൻ, ഡി. പി. കൃഷ്ണപിള്ള. ഉത്തരം എ. ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് ഏതു വർഷമായിരുന്നു? എ. 1841, ബി. 1851, സി. 1861, ഡി. 1881. ഉത്തരം സി. 1861.